ഹലോ, എല്ലാവർക്കും വീണ്ടും നമസ്കാരം. വീണ്ടും ഞാൻ തന്നെയാണ്. ഇംഗ്ലീഷ് ഗുരുവിന്റെ മറ്റൊരു FB ലൈവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറെ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഇപ്പോൾ ഇതേപോലെ എനിക്ക് മെസ്സേജസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ കുറച്ച് ആളുകൾ നല്ല നല്ല ഡൗട്ട്സുകൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്രാവശ്യം എന്നോട് ഡൗട്ട് ചോദിച്ചത് റോമിയോ അലക്സ് എന്ന് പറയുന്ന ഒരു സുഹൃത്താണ്. ഓക്കെ, ഒന്നാമത്തെ സ്റ്റുഡൻസ് ആണ് പുള്ളി. അപ്പോൾ പുള്ളിയുടെ ഒരു സംശയമാണ്, പുള്ളി ക്ലാസ് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിവേ, നമ്മുടെ ക്ലാസ്സിൽ ഇത് വിശദമായിട്ട് പറയുന്നുണ്ട്. എങ്കിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ്ഫുൾ ആയിട്ടുള്ള കൂടുതൽ ആളുകൾക്ക് ഡൗട്ട്സ് ഉള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഷുഡ്, കുഡ്, വുഡ്, ഈ 3 ടേംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ലൈറ്റ് ആയിട്ട് ഞാൻ പറയുന്നുള്ളൂ എന്താണ് അതിന്റെ യൂസേജസ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ ഇതിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഇതിന്റെ യൂസേജസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ചെറിയ രീതിയിൽ ലൈറ്റ് ആയിട്ട് നമുക്ക് ഒന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം വരുമ്പോൾ ഷുഡിലേക്ക് നമുക്ക് വരാം. ഓക്കെ, നമുക്ക് അധികം സമയമൊന്നും കളയേണ്ട, പെട്ടെന്ന് നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ, ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് അറിയിക്കുക കേട്ടോ. ഓക്കെ, എന്തെങ്കിലും അപാകതകളോ അല്ലെങ്കിൽ ഏതെങ്കിലും അധികം ഡൗട്ട്സോ ഒക്കെ ഉള്ളതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്തോളൂ. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം ഷുഡിലേക്കാണ് വരാൻ പോകുന്നത്. ഷുഡ് എന്ന വേർഡ് ഒരു വേർഡായിട്ട് തന്നെ എടുക്കാം. നമുക്ക് ഓക്സിലറി വേർബ് എന്ന രീതിയിലൊന്നും നമ്മൾ പഠിക്കണ്ട. ഓക്കെ, ഇത് നമ്മൾ പലതരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതിന്റെ യൂസേജസ് എങ്ങനെയാണ്, ഇത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യണത്, വിശദമായിട്ടൊരു ക്ലാസ് നമ്മുടെ വാട്സാപ്പ് ക്ലാസ്സുകളിൽ നമ്മൾ പറയുന്നുണ്ട്, നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മളിത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു തരാം. ഓക്കെ, സിമ്പിൾ ആയിട്ടാണ് നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പോ യു ഷുഡ് ഗോ, നീ പോണം. ഇതിന്റെയൊക്കെ ഒരു ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. എനിവേ, നിങ്ങൾ ക്ലാസ്സുകൾ ശരിക്കും കേൾക്കണം. നമ്മൾ കൂടുതലായിട്ടും ഇത് അഡ്വൈസ് ആയിട്ടാണ് പറയാറ്. ഓക്കെ, അഡ്വൈസ് ഒരു ഉപദേശമായിട്ടാണ് നമ്മൾ ഇത് പറയാറുള്ളത്. എന്ന് വെച്ചാൽ യു ഷുഡ് ഗോ ടു ദ ഡോക്ടർ, അല്ലെങ്കിൽ യു ഷുഡ് കൺസൾട്ട് ദ ഡോക്ടർ, അതായത് നീ ഡോക്ടറെ പോയി കാണണം. ഇനി അതല്ലെങ്കിൽ യു ഷുഡിൻ സ്പെൻഡ് സോ മച്ച് ടൈം ഓൺ കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിൽ അധികം സമയം ഇരിക്കരുത് ഓൺ ദ കമ്പ്യൂട്ടർ എന്ന രീതിയിൽ പറയാറുണ്ട്. അത് അഡ്വൈസ് ആണ്. ഇനി അതല്ലെങ്കിൽ യു ഷുഡ്, ഇപ്പൊ നമ്മുടെ സ്കൂളുകളിലൊക്കെ ഉണ്ടാവും, യു ഷുഡിൻ യൂസ് മൊബൈൽ ഇൻ ദ ക്ലാസ് റൂമിൽ മൊബൈൽ ഉപയോഗിക്കരുത് എന്നുള്ള രീതിയിൽ. ഓക്കെ, അങ്ങനെ അഡ്വൈസ് ആയിട്ടാണ് ഒരു യൂസേജ് അതിന് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? യു ഷുഡ് ഗോ, ഈ ഒരു പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഇതിന്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കാൻ കാര്യം ഞാൻ പറയുന്നുണ്ട്, അത് ഈസിയാണത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് അഡ്വൈസ് ആണ്, യു ഷുഡ് ഗോ, അല്ലെങ്കിൽ നീ പോകണം, നീ വരണം എന്ന രീതിയിലൊക്കെ നമ്മൾ പറയുന്നത്. ഇനി അതല്ലെങ്കിൽ സജഷൻ ആയിട്ട് നമ്മളിത് പറയും. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പറയാണ് എന്തെങ്കിലും ഒരു സംഭവം കുഴപ്പമായോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഐ തിങ്ക് വി ഷുഡ് കോൾ ആൻഡ് അപ്പോളജൈസ്. എനിക്ക് തോന്നുന്നു നമ്മൾ വിളിച്ചിട്ട് സോറി പറയായിരിക്കും നല്ലത്. ഓക്കെ, അവിടെ ഇതിന്റെ പാറ്റേൺ മാറി, പക്ഷെ എന്താണ്, സംഭവം സെയിം തന്നെയാണ്. ഓക്കെ, മലയാളീകരിക്കും എന്ത് ചെയ്യും, അതിന് ചെറിയൊരു വ്യത്യാസം വരുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ വിളിക്കണം, എന്നിട്ട് മാപ്പ് പറയണം, അതാണ് എനിക്ക് നല്ലതെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ. ഓക്കെ, അപ്പൊ 2 കാര്യങ്ങളായി അല്ലെ, ഒന്ന് അഡ്വൈസ്, ഒന്ന് സജഷൻ. ഇത്രയേ ഉള്ളൂ ഷുഡ്. ഓക്കെ, അപ്പോ ഇതിനോട് അനുബന്ധമായിട്ടുള്ള ഒരു ക്ലാസ്സിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് എന്തൊക്കെയാണ് അതിന്റെ യൂസേജസ്, ഇതിനോട് അനുബന്ധമായിട്ട് വരുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ക്ലാസ് ശരിക്കും കേൾക്കണം. ഓക്കെ, കുറച്ച് സമയമേ ഉള്ളൂ, അതൊക്കെ നമ്മൾ ചെറിയ ലൈറ്റ് ആയിട്ടേ പറയുന്നുള്ളൂ. ഓക്കെ, ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞ വേർഡായിരുന്നു കുഡ് എന്ന വേർഡ്. കുഡ് 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 എന്നുള്ളതിന്റെ യൂസേജ് കുറേ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ അതിൽ ചില കാര്യങ്ങൾ ഞാൻ പറയാം, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാം. പക്ഷെ അതിന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇല്ല വെച്ചാല് അതുകൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല. വെറുതെ അറിഞ്ഞു വെച്ചിട്ട് കാര്യമില്ലല്ലോ. അത് പ്രാക്ടീസ് ചെയ്യുന്ന എങ്ങനെയാണ്, അതെങ്ങനെയാണ് സംസാരത്തിൽ വരുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ ഓക്കെ അപ്പോ കുഡ് എന്ന് പറയുന്നത് അബിലിറ്റി ഇൻ ദ പാസ്റ്റ് എന്ന രീതിയിലാണ് പറയുന്നത്. നമ്മൾ ആര് കുഡ് എന്ന വേർഡ് കേൾക്കുകയാണെന്നുണ്ടെങ്കിലും
അവർ വേഗം പറയുന്ന ഒരു വേർഡാണ് പാസ്റ്റ്. ക്യാനിന്റെ പാസ്റ്റ് അങ്ങനെയാണ് പറയാറ് അല്ലെ, ക്യാനിന്റെ പാസ്റ്റ്. ഇനി അതേപോലെ തന്നെയാണ് വുഡും. വുഡ് കേട്ടാൽ ഞാൻ വുഡ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് നമ്മുടെ ശബ്ദം ശരിക്കും കേൾക്കുന്നുണ്ടോ എന്നൊന്നും ഇതിൽ അറിയാൻ പറ്റില്ല, നമ്മൾ FB ലൈവാണ്. ഓക്കെ, അപ്പൊ കുഡ് വുഡ് എന്നൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്ന വേർഡ് പാസ്റ്റ് ടെൻസ്, എന്തിന്റെയോ പാസ്റ്റ് എന്ന രീതിയിലാണ് നമ്മൾ പറയുക അല്ലേ. അപ്പോൾ കുഡ് എന്നതിലേക്ക് നമ്മൾ വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പാസ്റ്റിലേക്ക് തന്നെയാണ്. ഓക്കെ, എന്ന് വെച്ചാല് ഇപ്പോ when I was young, younger, I could run a mile in 7 minutes. ഓക്കെ, 7 മിനിറ്റ് കൊണ്ട് എനിക്കൊരു മൈൽ ഓടാൻ കഴിയുമായിരുന്നു, അല്ലെങ്കിൽ ഇപ്പൊ കിലോമീറ്റർ എടുക്കാം. ഓക്കെ, ഐ കുഡ് റൺ എ കിലോമീറ്റർ വിത്തിൻ 7 minutes എന്ന രീതിയിൽ നമ്മൾ പറയണം. ബട്ട് നൗ ഇറ്റ് ടേക്സ് മീ 20 minutes. ഓക്കെ, ഇവിടെ കുഡ് ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? എനിക്ക് കഴിഞ്ഞിരുന്നു എന്നാ പറയണത്. ഓക്കെ, മലയാളീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. കഴിഞ്ഞിരുന്നു, ഐ കുഡ് റൺ, എനിക്ക് ഓടാൻ കഴിഞ്ഞിരുന്നു. പണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിരുന്നു എന്നൊക്കെ പറയാറില്ലേ നമ്മൾ, അതിന് വേണ്ടിയിട്ടാണ് കുഡ് ഉപയോഗിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, ഐ കുഡന്റ് ഫൈൻഡ് എനി വാലറ്റ് എനിവേർ. വാലറ്റ് എന്ന വേർഡ് നമുക്ക് സുപരിചിതമല്ല. ശരിക്കും നമ്മൾ ആൺകുട്ടികള് കാര്യം പറയുമ്പോൾ നമ്മൾ വാലറ്റ് എന്നാണ് പറയേണ്ടത്. WA സ്പെൽ ചെയ്ത് തരാം, വാലറ്റ്. ഓക്കെ, ഇത് വാലറ്റ് എന്നും പറയാറുണ്ട്. നമുക്ക് എങ്ങനെയാണോ മനസ്സിലാവുന്നത്, അതായത് നമ്മള് പേഴ്സില്ലേ, നമ്മുടെ പോക്കറ്റിൽ വെക്കുന്ന പേഴ്സ്, അത് ശരിക്കും സ്ത്രീകളുടെ ഉപകരണമാണ് ഈ പേഴ്സ് എന്ന് പറയുന്നത്. ആൺകുട്ടികളത് വരുമ്പോൾ അത് വാലറ്റ് എന്നാണ് പറയുന്നത്. വാലറ്റ്, വാലറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഒരു ആക്സെന്റിൽ പറയുകയാണെങ്കിൽ വാലറ്റ്. ഓക്കെ, സോ ഐ കുഡന്റ് ഫൈൻഡ് എനി വാലറ്റ് ഹിയർ, അല്ലെങ്കിൽ ഐ കുഡന്റ് ഫൈൻഡ് എനി വാലറ്റ് എനിവേർ. എനിക്ക് ഒരു വാലറ്റും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഐ കുഡന്റ് ഫൈൻഡ്, എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോ ചില സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, സോറി മാൻ, വി കുഡന്റ് ഫൈൻഡ്, ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന രീതിയിലൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ കുഡ് എന്നുള്ളത് അതിന്റെ പാസ്റ്റ് ആയിട്ടാണ് വരുന്ന, പാസ്റ്റ് എബിലിറ്റി, പാസ്റ്റ് എബിലിറ്റി. ഓക്കെ, ഇനി രണ്ട് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ കുഡ് റൺ, എനിക്ക് ഓടാൻ കഴിഞ്ഞിരുന്നു. ഇനിയിപ്പോ നമ്മൾ പറയണം ഐ കുഡ് സ്വിം എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് എന്ത് കഴിയില്ല, നിങ്ങൾക്ക് നീന്താൻ കഴിയില്ല അല്ലെങ്കിൽ ഓടാൻ കഴിയില്ല എന്ന രീതിയിലാണ് പറയണത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു സംഭവം വരണത് എന്താന്ന് വെച്ചാൽ ഇത് പാസ്റ്റിൽ മാത്രമല്ല ഫ്യൂച്ചറിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അത് എല്ലാം കൂടെ ഞാൻ പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഓക്കെ, ഫ്യൂച്ചറിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് മറ്റൊരു ലൈവ് സെഷനിൽ ഇത് ഞാൻ പറയുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ആയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൺഫ്യൂഷൻ ആവും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലാക്കുക, എനിക്ക് പണ്ട് അങ്ങനെ കഴിഞ്ഞിരുന്നു എന്ന രീതിയിൽ നമ്മൾ പറയാറില്ലേ, അതിനു വേണ്ടിയിട്ടാണ് ഇതിന്റെ ഒരു ഉപയോഗം. പിന്നെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് വെൻ വി മേക്ക് എ പൊളൈറ്റ് റിക്വസ്റ്റ്. നമ്മൾ മലയാളത്തിൽ റിക്വസ്റ്റ് ചെയ്യുന്നതിനൊരു രീതി ഉണ്ട് അല്ലെ, എന്ന് വെച്ചാൽ ആ പേനയും തരുമോ, നമ്മൾ എന്ത് ചെയ്യും, അത് സൗണ്ടിലൂടെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ എങ്ങനെയാണോ സംസാരിക്കുന്നത്, ഇപ്പൊ ഞാൻ ലൈവിൽ വന്നിട്ട് സംസാരിക്കുന്നതിന് ഒരു രീതിയുണ്ട്, ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് സംസാരിക്കുന്നതിന് ഒരു രീതിയുണ്ട്, എൻ്റെ അച്ഛനമ്മമാരോട് സംസാരിക്കുമ്പോൾ ഒരു രീതിയുണ്ട് അല്ലെ. നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ചിലപ്പോൾ വേർഡ്സ് ആയിട്ടും ചില സമയത്ത് അത് സൗണ്ടിലൂടെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇപ്പൊ ഒന്ന് എഴുന്നേൽക്കുമെന്ന് പറയും, അതിന്റെ അർത്ഥം എന്താണ്, അതിലൊരു ബഹുമാനം ഉണ്ട് എന്നാണ് അർത്ഥം. താങ്കൾ ഒന്ന് എഴുന്നേൽക്കുമോ എന്ന രീതിയിലൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആള് കളിയാക്കുകയാണെന്ന് വിചാരിക്കും. പക്ഷേ ഇംഗ്ലീഷിൽ വെൻ ഇറ്റ് കംസ് ടു ഇംഗ്ലീഷ് വി ഹാവ് എത്രയോ വേർഡ്സ് ഉണ്ട് അത് എക്സ്പ്രസ് ചെയ്യാൻ. നമ്മുടെ ഒരാളെ നമുക്ക് ബഹുമാനിക്കണം എന്നുണ്ടെങ്കിൽ കുറേ വേർഡ്സ് ഉണ്ട് നമുക്ക് അത് എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇംഗ്ലീഷിന്റെ ഒരു മഹത്തായ ഒരു കാര്യമാണത്. ഓക്കെ, അതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു വേർഡാണ് കുഡ് വെച്ചിട്ട് നമ്മളൊരു റിക്വസ്റ്റ് നടത്തുക. എന്ന് വെച്ചാൽ കുഡ് യു പ്ലീസ് മൂവ് എ ലിറ്റിൽ ബിറ്റ്. അല്ലെങ്കിൽ ഇനിയിപ്പോ നമ്മൾ പറഞ്ഞു കുഡ് യു പ്ലീസ് ഓപ്പൺ ദ വിൻഡോ, വിൻഡോ ഒന്ന് ഓണാക്കല്ല, ഓപ്പൺ ചെയ്യുക. കുഡ് യു പ്ലീസ് ഓപ്പൺ ദ വിൻഡോ. ഇനി അതല്ലെങ്കിൽ കുഡ് യു ടേൺ ദ മ്യൂസിക് ഡൗൺ, ഇത് വോളിയം ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ എന്ന രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കുഡ് വെച്ചിട്ട് നമ്മളൊരു റിക്വസ്റ്റ് നടത്തുമ്പോൾ അതിനർത്ഥം നിങ്ങൾ അയാളെ നല്ല രീതിയിൽ ബഹുമാനിക്കുന്നുണ്ട് എന്നാണ്. ഓക്കെ, കുഡിന്റെ ഒരു യൂസേജ് ആണത്. ഓക്കെ, ഇനി
സോറി, അതിന്റെ നിങ്ങൾക്കത് മനസ്സിലായല്ലോ അല്ലെ? എന്ന് വെച്ചാൽ നമ്മൾ കുഡ് വെച്ചിട്ട് കുഡ് യു പ്ലീസ് എന്ന രീതിയിൽ നമ്മൾ പറയാം. കുഡ് യു പ്ലീസ്, യു പ്ലീസ്, യു പ്ലീസ് നിങ്ങൾ ചെയ്യോ എന്ന രീതിയിൽ നമ്മൾ ചോദിക്കുന്നതാണത്. ഓക്കെ, അപ്പൊ ഇനി കുട്ടിന്റെ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ, അതിലേക്ക് ശ്രദ്ധ പോയിട്ട് എനിക്ക് ഇതിന്ന് ശ്രദ്ധ പോകണ്ട കേട്ടോ. ഓക്കെ, എനിവേ കൂടെ എന്ന് പറഞ്ഞത് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, എബിലിറ്റി ഇൻ ദ പാസ്റ്റ്, ഐ കുഡ് റൺ, ഐ കുഡ് സ്വിം, ബട്ട് നൗ ഐ കാൺട്ട്. അപ്പൊ പ്രസന്റിലേക്ക് വരുമ്പോ എന്തായി? ക്യാൻ ഐ മാറി. അതിന്റെയൊക്കെ കാര്യങ്ങൾ നമ്മുടെ കുഡ് എന്നുള്ളതിന്റെ കുഡ് ഹാവ് എന്ന ക്ലാസ്സിൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോ രണ്ടാമത് വരുന്നതാണ് പൊളൈറ്റ് റിക്വസ്റ്റ്. ഐ ഓൾവേസ് അഡ്വൈസ് മൈ സ്റ്റുഡൻസ് ടു മേക്ക് ദ റിക്വസ്റ്റ് യൂസിങ് കുഡ്. എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഡോണ്ട് റൺ ബിഹൈൻഡ് എനി അതർ കൈൻഡ് ഓഫ് വേർഡ്സ്. യൂസ് കുഡ് വെൻ യു മേക്ക് എ റിക്വസ്റ്റ്, ബിക്കോസ് വി ഹാവ് ടു മേക്ക് ദ റിക്വസ്റ്റ്. ഒരു പൊളൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? റിക്വസ്റ്റ് നടത്തണം. സോ യൂസ് ഓൾവേസ് കുഡ്. കുഡ് യു പ്ലീസ്, ഒരു പ്ലീസ് കൂടി ചേർക്കുക. അപ്പൊ എന്തെങ്കിലും കൂടുതൽ ബഹുമാനമാണ്. കുഡ് യു പ്ലീസ് കം, കുഡ് യു പ്ലീസ് ഗോ, ഒന്ന് പോയി തരുമോ? അത് ബഹുമാനത്തിലൂടെയല്ല ചോദിക്കാല്ലേ. എനിവേ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ കുഡ് ഉപയോഗിക്കുന്നത്. ഇനി വെൻ ഇറ്റ് കംസ് ടു വുഡ്, വുഡിലേക്ക് വരുന്ന സമയത്ത് ഇത് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ യൂസേജസ് പലതാണ്. ഓക്കെ, കുഡ് വുഡ് എന്നുള്ളത്. ഓക്കെ, ഇതില് ഇപ്പോ ഞാൻ ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ടേം മാത്രമേ ഉള്ളൂ, വുഡ് യു ലൈക്ക് ടു. വുഡ് യു ലൈക്ക് ടു എന്നുള്ളത് ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇത് വളരെ മാന്യതയോട് കൂടി നമ്മൾ ഏതെങ്കിലും ഒരു ഓഫർ ഒരാൾക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പൊ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ചെന്നാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, അവര് നമ്മുടെ നാട്ടിലൊക്കെ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ആത്താൻ വേണ്ടി വരും, അല്ലെങ്കിൽ എന്താ വേണ്ടത് എന്ന് ചോദിക്കും. എന്നാൽ ഈ ഒരു ഇംഗ്ലീഷ് ആംബിയൻസ് ഉള്ള ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അവര് വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ്, വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ് എന്ന രീതിയിലാണ് അവർ ചോദിക്കുക. വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ്, എന്താ കഴിക്കാൻ, എന്താണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്ന രീതിയിൽ ചോദിക്കുന്നത്. അവിടെ വുഡ് ലൈക്ക് ടു, അതായത് ഒറ്റ പ്രയോഗമാണ് കേട്ടോ, വുഡ് ലൈക്ക് ടു. ഇത് ഉപയോഗിക്കുന്നതോടുകൂടി എന്തായി? അവിടെ ഇറ്റ്സ് എ പൊളൈറ്റ് ഓഫർ വി ആർ മേക്കിംഗ്. ഓക്കെ, നല്ല രീതിയിലൊരു ഓഫറാണ് നമ്മൾ അയാൾക്ക് കൊടുക്കുന്നത്. വുഡ് യു ലൈക്ക് ടു ഹാവ് സം കപ്പ് ഓഫ് ടീ, അല്ലെങ്കിൽ വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ്. അപ്പൊ നമ്മൾ പറയണം ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ കപ്പ് ഓഫ് ടീ. നമുക്കൊരു ചായ കുടിച്ചാൽ തിരക്കടില്ല. ഓക്കെ, അപ്പോ ഈ വുഡ് ലൈക്ക് ടു എന്നുള്ളതിന്റെ പ്രയോഗം നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പോ മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. വുഡ് എന്നുള്ളതിന്റെ കേസ് നമ്മൾ ഇനിയും പറയുന്നുണ്ട്. ഓക്കെ, അധികം സമയം ഞാൻ എടുക്കുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് നിർത്താം. ഓക്കെ, അപ്പോ കുഡ് എന്നുള്ളതിന്റെ രണ്ട് കേസ് നമ്മൾ പറഞ്ഞു. ഷുഡ് എന്നുള്ളതിന്റെ എല്ലാ കേസും നമ്മൾ പറഞ്ഞു. വുഡ് പെൻഡിങ് ഉണ്ട് എന്ന് വെച്ചാൽ ഒരു കേസ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി വരും വീഡിയോസിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എത്ര ഡൗട്ട് വേണമെങ്കിലും ചോദിച്ചോളൂ. ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊരു നല്ലൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് മാറ്റാം. ഇനി എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എന്താ പറയാ, ഇതിൽ ഇനി കൂടുതൽ ഇംപ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും പറയാം. എവ്രിതിങ്. ഓക്കെ, നമ്മൾക്ക് എന്ത് ചെയ്യാം? ഇതൊരു ഫൺ സെഷൻ ആയിട്ട് മാറ്റാം. ഓക്കെ, ഇനി എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ നമ്മൾ പറഞ്ഞ 3 കാര്യങ്ങളുണ്ടല്ലോ. അപ്പോ വുഡ്, കുഡ്, ദെൻ ഷുഡ്. ഇതിന്റെ കൂടെ ചില ആളുകൾ ടു ഉപയോഗിക്കാറുണ്ട്. ടു. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കരുത്. ഇപ്പൊ യു ഷുഡിന്റ് ടു സ്മോക്ക്. ഓക്കെ, യു ഷുഡിന്റ് ടു സ്മോക്ക് അങ്ങനെ പറയുന്ന ആളുകളെ ഞാൻ കേട്ടിട്ടുണ്ട്. യു ഷുഡിന്റ് ടു സ്മോക്ക്, നീ പുക വലിക്കരുത്. അവിടെ ടു വേണ്ട. ഓക്കെ, യു ഷുഡ് നോട്ട് സ്മോക്ക്, അല്ലെങ്കിൽ യു ഷുഡിന്റ് സ്മോക്ക്. വി കുഡ് ടു ഓർഡർ എന്ന രീതിയിൽ പറയാറുണ്ട്. ഇപ്പൊ വി കുഡ് ടു ഓർഡർ പിസ്സ ടു നൈറ്റ്, നമുക്ക് പിസ്സ ഓർഡർ ചെയ്യാമായിരുന്നു എന്ന രീതിയിലൊക്കെ നമ്മൾ പറയാറുണ്ട്. അവിടെ ടു ഉപയോഗിക്കുന്നത് എന്തല്ല, ഫെയർ ആയിട്ടുള്ള ഗ്രാമർ അല്ല, ഗ്രാമാറ്റിക്കലി സൗണ്ട് അല്ല ആ സെന്റൻസ്. അപ്പൊ ടു എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഹോപ്പ് ദിസ് ക്ലാസ് ഈസ് ഹെൽപ്ഫുൾ ഫോർ യു. ഇനി ഇതിലും കൂടുതൽ കാര്യങ്ങളായിട്ട് ഞാൻ ഇനിയും വരാം. നമ്മുടെ ലൈവ് സെഷൻസ് നമുക്ക് ഇനിയും തുടരാം. എപ്പോഴാണോ നല്ല സംശയങ്ങൾ കിട്ടുന്നത് അപ്പോഴൊക്കെ ഞാൻ എന്ത് ചെയ്യും,
ലൈവിലായിട്ട് വരുന്നത്. ഓക്കെ, കാരണം നമുക്ക് പിന്നെ ഒരു പ്രശ്നമുള്ളത് നമുക്ക് അധികം സമയം എടുക്കാൻ പറ്റുന്നില്ല. 10 മിനിറ്റ്സ് അതിൽ കൂടുതൽ എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ തന്നെ 15 മിനിറ്റ്സ് ആയി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഷോർട്ട് ആക്കിയിട്ട് ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് ഇനി പറഞ്ഞു തരാം. ഓക്കെ, സോ ടിൽ ദെൻ യു ടേക്ക് കെയർ. ഐ ആം ജാസിം.